ഡോംബിവില്ലി ഈ സമാജത്തിൻ്റെ ഭാരവാഹികളെ, ഞാനുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ശ്രീ രാജശേഖരൻ നായർ, അവാർഡ് ജേതാവ്, എൻ്റെ മുമ്പിലുള്ള സുഹൃത്തുക്കളെ, വൈകുന്നേരങ്ങളിലും രാവിലെകളിലും ഒക്കെ അവാർഡ് ദാനം നടത്തിയിട്ടുണ്ട്. പക്ഷെ നട്ടുച്ചയ്ക്കൊരു അവാർഡ് ദാനം ഇത് ആദ്യമാണ്. അതുകൊണ്ട് തന്നെ സൂര്യശോഭയോടെ, മധ്യാഹ്ന ശോഭയോടെ ശ്രീ പ്രേമൻ സാഹിത്യ നഭസിലെന്നും ജ്വലിച്ചു നിൽക്കട്ടെ എന്ന ആശംസ കൂടിയായിരിക്കാം ഇത്തരത്തിലൊരു സാഹചര്യങ്ങൾ അദ്ദേഹത്തെ നമ്മളെവിടെ കൊണ്ടെത്തിച്ചത്. അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കൃതി ഞാൻ വായിച്ചില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സമീപനം, അദ്ദേഹത്തിൻ്റെ എഴുത്തിനെ പറ്റിയുള്ള സങ്കല്പമൊക്കെ ഇവിടെ നടത്തിയ വിവരണങ്ങളിൽ നിന്നും ഈ കൃതിയെപ്പറ്റിയുള്ള വിവരണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ഏറെക്കുറെ എനിക്ക് സാധിച്ചിരിക്കുന്നു. നട്ടുച്ചയ്ക്കായതുകൊണ്ട് നിങ്ങൾക്ക് മറ്റൊരു ഗുണം കൂടിയുണ്ട്. എൻ്റെ പ്രഭാഷണം എന്ന് പറയുന്ന ഭീകരതയിൽ നിന്ന് നിങ്ങൾക്ക് കുറേയേറെ ഒഴിവാവാൻ സാധിക്കും. കാരണം ഈ ഉച്ചയ്ക്ക് നിങ്ങളിവിടെ ഇരുത്തിക്കൊണ്ട് ഒരു 5-10 മിനിറ്റിൽ കൂടുതൽ സംസാരിക്കുന്നത് ചിതമല്ല. എനിക്ക് പോകണം എന്നുള്ളത് കൊണ്ടല്ല, എനിക്ക് 4 മണിക്ക് പോയാൽ മതി. അതിൻ്റെ അർത്ഥം 2 മണിക്കൂർ സംസാരിക്കാൻ. ഞാൻ ഈ പരിപാടിയിൽ സംബന്ധിക്കാനുള്ള പ്രചോദനം തീർച്ചയായിട്ടും ശ്രീ രാജശേഖരൻ്റെ വിളി ഉണ്ട്. അതിൽ കൂടുതൽ ഈ ഡോംബിവില്ലിയിൽ ഞാനിതിനു മുമ്പ് ഈ സമാജത്തിൽ വന്നിട്ടുണ്ട്. ഇവിടുത്തെ സ്കൂളും കോളേജും ഒക്കെ ഞാൻ നടന്ന് കണ്ടിട്ടുമുണ്ട്. എന്നാൽ ഇന്ന് ഈ ഞായറാഴ്ച ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുത്ത് കളയാമെന്ന് ഞാൻ വിചാരിച്ചത്, ഈ ക്ഷണം സ്വീകരിച്ചത്, ഒന്ന്, ഈ മുംബൈയിലുള്ള മലയാളികൾ എഴുത്തച്ഛൻ്റെ പേരിൽ ഒരു പുരസ്കാരം സ്ഥാപിച്ചിരിക്കുന്നു എന്നത് ഒരു വലിയ ഹൃദ്യമായ, അർത്ഥപൂർണമായിട്ടുള്ള ഒരു തീരുമാനമായി എനിക്ക് തോന്നി. അതുകൊണ്ട് തന്നെ ഈ ചടങ്ങിൽ സംബന്ധിച്ച് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പേരിലുള്ള ഈ അവാർഡ് കൊടുക്കാനും എഴുത്തച്ഛൻ്റെ പ്രസക്തിയെപ്പറ്റി എന്തെങ്കിലും 4 വാക്ക് പറയാനും കൂടിയാണ് ഞാൻ വന്നത്. എന്ന് പറഞ്ഞ് എഴുതി തയ്യാറാക്കിയ പ്രസംഗമൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. എഴുതി തയ്യാറാക്കിയ പ്രസംഗം കാണുമ്പോഴേ നമ്മളൊക്കെ ക്ഷീണിക്കും. അതിനകത്ത് 12 പേജും വായിച്ചിട്ട് ഇയാൾ നിർത്തുള്ളല്ലോ എന്ന് നമ്മളൊക്കെ വിചാരിക്കും. അതുകൊണ്ട് അങ്ങനെയില്ല. എനിക്ക് നിങ്ങളുടെ മുഖം നോക്കി പ്രസംഗം നിർത്താൻ സാധിക്കും. എഴുത്തച്ഛനെ പറ്റി പറയാൻ എന്തിനു വന്നു എന്ന് ചോദിച്ചാൽ, ഞാനും എഴുത്തച്ഛനും തമ്മിലുള്ളൊരു ബന്ധം കൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ചത്. ഞാനും എഴുത്തച്ഛനും തമ്മിൽ എന്താ ബന്ധം? എത്രയോ 100 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന എഴുത്തച്ഛനും ഞാനുമായി എന്ത് ബന്ധമെന്ന് ചോദിച്ചാൽ, 5 വർഷം അദ്ദേഹത്തിൻ്റെ ജന്മസ്ഥലത്ത് കൂടി, അതിൻ്റെ മുന്നിലൂടെ, തുഞ്ചൻപറമ്പിൻ്റെ മുന്നിലൂടെ, ആ പവിത്രമായ മണ്ണിലൂടെ ദിവസവും 4 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും കാറിലെങ്കിലും പോയിട്ടുള്ള ഒരു ചരിത്രം എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഞാൻ മലയാള സർവകലാശാലയുടെ വൈസ് ചാൻസലറായി തിരൂരിൽ 2012 നവംബർ മുതൽ 2017 ഒക്ടോബർ വരെ ജീവിച്ചു. അപ്പോൾ എൻ്റെ വീട് തുഞ്ചൻപറമ്പിനടുത്ത് കുറച്ച് ദൂരെയാണ്. പക്ഷേ തുഞ്ചൻപറമ്പിൻ്റെ മുമ്പിലൂടെ മാത്രമേ പോകാൻ സാധിക്കൂ. അപ്പോൾ എന്നും ഈ ആചാര്യ സ്മൃതിയോട് കൂടിയിട്ടാണ് ഞാനിതിൻ്റെ മുമ്പിലൂടെ പോകുന്നത്. പലപ്പോഴും യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ ജീവിതം അങ്ങേയറ്റം ക്ലേശകരമാണ് എന്നുള്ളത് പറയാതെ നിങ്ങൾക്കറിയാം. അപ്പോൾ ക്ലേശം വളരെ വർദ്ധിക്കുന്ന ദിവസങ്ങളിൽ അവിടെ ചെല്ലുമ്പോൾ ഞാൻ എഴുത്തച്ഛനോട് പ്രത്യേകമെന്ന് പറയും, വേറെ ആരുടെയും പേരിലുള്ള യൂണിവേഴ്സിറ്റി അല്ല, അങ്ങയുടെ പേരിലുള്ള സർവകലാശാലയാണ് ഞാനിവിടെ സ്ഥാപിച്ചത്. അതുകൊണ്ട് എനിക്ക് വേണ്ട സംരക്ഷണം തരാൻ പോലീസിനല്ല, അങ്ങേക്കാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഈ വിവാദ ദിവസങ്ങളിലൊക്കെ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരുന്നത്. എഴുത്തച്ഛൻ്റെ പേരിൽ തിരൂരിൽ ഒരു മലയാള ഭാഷയ്ക്ക് വേണ്ടി ഒരു സർവകലാശാല സ്ഥാപിക്കുവാൻ നിയുക്തനായി എന്നുള്ളതും ആചാര്യൻ്റെ ഒരു അദൃശ്യമായ അനുഗ്രഹമായി ഞാൻ കാണുകയാണ്. എഴുത്തച്ഛൻ ജനിച്ച് മൺമറഞ്ഞു പോയിട്ട് ഇത്രയേറെ കാലം കഴിഞ്ഞിട്ടും, ഐക്യകേരളം നിലവിൽ വന്നിട്ട് ഇത്രയേറെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും 2012 ആകേണ്ടിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരിൽ, ആചാര്യൻ്റെ പേരിൽ ഒരു സർവകലാശാല ഉണ്ടാകാൻ. മലയാള ഭാഷയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഒരു സർവകലാശാല ഉണ്ടാകാനും അത് ആചാര്യൻ്റെ പേരിൽ തന്നെ ആയിരിക്കണമെന്ന് നിർബന്ധിക്കാനും ഒക്കെ ഒരു ആത്മപ്രശംസയാവുകയില്ല എങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് എഴുതാനൊക്കെ
ചരിത്രം എനിക്ക് ഒരവസരം ഉണ്ടാക്കി തന്നു. മലയാളത്തിന് വേണ്ടി സർവകലാശാല ഉണ്ടാകണമെന്ന് സർക്കാർ തീരുമാനിച്ചപ്പോൾ അത് എങ്ങനെ ഇരിക്കണം, എന്തായിരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങളെപ്പറ്റി വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാൻ നിയുക്തനായ സ്പെഷ്യൽ ഓഫീസറും ഞാൻ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കറിയാം, ആദ്യം ഈ പറഞ്ഞതുപോലെ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ സ്മാരക മലയാള സർവകലാശാല എന്ന് ഇത്ര നീളമുള്ളൊരു പേരായിരുന്നു. അത് ഒരു വിദഗ്ധ സമിതിയെ വെച്ചിട്ട് ഇത് പരിശോധിച്ചു. എൻ്റെ ശുപാർശയാണ്. പരിശോധിച്ചപ്പോൾ ഉണ്ടായ അഭിപ്രായങ്ങൾ, ഒന്ന്, തുഞ്ചത്താണ് ആചാര്യൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ എഴുത്തച്ഛനെന്ന് നാം വിവക്ഷിക്കുന്ന കവിയുടെ പേര് രാമാനുജൻ എന്നായിരുന്നുവോ അതോ അതൊരു വിശേഷണ പദമാണോ? രാമൻ്റെ അനുജനായിട്ടുള്ള ഈ എഴുത്തച്ഛൻ എന്നാൽ പേര് രാമനെന്നാണോ രാമാനുജനെന്നാണോ? അത് വ്യക്തമല്ല. അതിന് ഒരു കൺക്ലൂസീവ് പ്രൂഫ് എങ്ങുമില്ല. എഴുത്തച്ഛൻ എന്നൊരാൾ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹത്തിൻ്റെ കൃതികൾ ഇതൊക്കെയാണെന്ന് പറയും. അതുകൊണ്ട് തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല എന്ന് മതി. അവിടെയും ഞാൻ പഠിക്കുകയാണ്. ഞാൻ ആദ്യം എഴുതിയ റിപ്പോർട്ടിൽ മലയാളം സർവകലാശാലയാണ്. അപ്പോൾ ഭാഷാ പണ്ഡിതർ പറഞ്ഞു മലയാളം സർവകലാശാല എന്നൊരു പ്രത്യയം ശരിയല്ല, അത് കൂടിച്ചേരുമ്പോൾ മലയാള സർവകലാശാല മതി. ഇംഗ്ലീഷിൽ വരുമ്പോൾ തുഞ്ചത്തെഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി. ഞാൻ പറയുന്നത് ഇതൊക്കെ ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എഴുത്തച്ഛൻ്റെ പേരുമായി നിരന്തരം ഇങ്ങനെ ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സർവകലാശാല ഇങ്ങനെ ശൂന്യതയിൽ നിന്ന് കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ ഒരു സർഗനിയോഗം എനിക്ക് ദൈവം തന്നുവല്ലോ എന്ന് ഈ കുറച്ചുകൂടെ സായാഹ്നത്തിലെത്തുമ്പോൾ എന്തൊരു നിർവൃതിയോട് കൂടിയിട്ടാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എഴുത്തച്ഛൻ്റെ പേരിലുള്ള ഒരു അവാർഡ് പ്രേമന് കൊടുക്കുമ്പോൾ അത് എത്ര അസൗകര്യമുള്ള ദിവസമാണെങ്കിലും ഇവിടെ വന്ന് ഇത്തരത്തിലൊരു അവാർഡ് സംസ്ഥാപിക്കുന്നതിന് മുൻകൈ എടുത്ത നിങ്ങളെ അഭിനന്ദിക്കുക. ഈ അവാർഡ് മറ്റേതൊരു അവാർഡിനേക്കാളും ഗുരുത്വമുള്ള, എല്ലാ അർത്ഥത്തിലും ഗുരുത്വമുള്ള, ഭാരമുള്ള ഒരു അവാർഡ് അദ്ദേഹത്തിന് കൊടുക്കുമ്പോൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുക എന്ന ഹൃദയപൂർവ്വമുള്ള ചില ദൗത്യങ്ങൾ കൊണ്ട് പ്രേരിതനായിട്ടാണ് ഞാൻ ഈ ഒരു ഞായറാഴ്ച നട്ടുച്ചയ്ക്ക് ഇവിടെ എത്താൻ കാരണമായത് എന്നാണ് പറഞ്ഞതിനർത്ഥം. ഇനി എഴുത്തച്ഛനെ പറ്റിയും പ്രേമൻ്റെ സാഹിത്യത്തെപ്പറ്റിയും ചേർത്ത് ചില കാര്യങ്ങൾ പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ അടുത്ത് പരിണിതപ്രജ്ഞനായ മലയാളത്തിലെ തലപ്പൊക്കമുള്ള ഒരു വലിയ എഴുത്തുകാരൻ്റെ സമീപത്ത് നിന്നാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇട്ടിക്കോര എനിക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ആണ്ടാളെന്ന സുഗന്ധി അത് എനിക്ക് വളരെ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നല്ല രചനകളിൽ ഒന്നായി ഞാൻ കരുതുന്ന നോവലാണ് ആണ്ടാളെന്ന ദേവനായകി. അതിൻ്റെ ക്രാഫ്റ്റ് എന്നുള്ളത് ഏതൊരു സാഹിത്യ വിദ്യാർത്ഥിയെയും അത്ഭുതപ്പെടുത്തും. അതാണ് ടി ഡി രാമകൃഷ്ണൻ്റെ ക്രാഫ്റ്റ് എന്നുള്ളത്. അപരിചിതമായിട്ടുള്ള ഇതിവൃത്തങ്ങൾ തേടിപ്പോകാനും അതിനെ പരിചയപ്പെടുത്തുവാനുമുള്ള അസാമാന്യമായ ഗവേഷണ പാഠവും ഭാഷാ നൈപുണ്യം ധൈഷണികതയും കൂടിച്ചേർന്ന എഴുത്താണ് ടി ഡി രാമകൃഷ്ണനെ വ്യത്യസ്തനാക്കുന്നത്. ഇത് വളരെ അപൂർവം ആളുകൾക്കേ ഉള്ളൂ. നമ്മുടെ ജീവിതാനുഭവങ്ങളെപ്പറ്റി ആർക്കും എഴുതാം. എന്നാൽ ശ്രീലങ്കയിലെ കലാപവും കലാപത്തിൻ്റെ പിന്നിലെ കറുത്ത കഥകളും പറയണമെങ്കിൽ കഴിവ് മാത്രം പോരാ, ധിഷണ മാത്രം പോരാ. നമ്മളുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിൽ പോലും മനുഷ്യരാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ യാതന അനുഭവിക്കുന്നവരുമായി ഹൃദയബന്ധം സ്ഥാപിക്കുവാനും താതാത്മ്യം പ്രാപിക്കുവാനുമുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഒരു ആവിഷ്കാരം കൂടിയാണ് ടി ഡി രാമകൃഷ്ണൻ്റെ നോവലുകൾ എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവനവൻ്റെ അനുഭവങ്ങളെപ്പറ്റി ആർക്കും എഴുതാം, ഇത്തിരി കഴിവുണ്ടെങ്കിൽ എഴുതാം. എന്നാൽ മറ്റൊരാളിൻ്റെ അനുഭവത്തെ സ്വായത്തമാക്കിയിട്ട് അത് തൻ്റേതാക്കി മാറ്റി ആ കഥാപാത്രത്തിൻ്റെ ജീവിത ദുഃഖങ്ങളിലൂടെയും വ്യഥകളിലൂടെയും നമ്മളെ കൊണ്ടുപോകാൻ കഴിയുന്ന കലാകാരൻ്റെ കഴിവ് അസാമാന്യമാണ്. ആ ഒരു അസാമാന്യമായ സർഗവൈഭവത്തിൻ്റെ ഉടമസ്ഥനാണ് ശ്രീ ടി ഡി രാമകൃഷ്ണൻ. അദ്ദേഹത്തെ അടുത്തിരുത്തി 4 വർത്തമാനം പറയാൻ കിട്ടിയ ഒരു അവസരം ഞാനത് കളയുന്നില്ല. അപ്പോൾ അദ്ദേഹം കൂടി ജൂറിയായിട്ടുള്ള ഒരു അധ്യക്ഷനെ ചെയർമാനായിട്ടുള്ള ജൂറിയാണ് ഇത് തീരുമാനിച്ചത്. നമ്മൾ എഴുത്തച്ഛനെ പറ്റി പറയുമ്പോൾ ഞാൻ വേറെ ഒരു ബന്ധം കൂടിയുണ്ട്. ഞാൻ എൻ്റെ അറിയപ്പെടാത്ത കവിതകളാണ് കൂടുതൽ ഞാൻ എഴുതിയിട്ടുള്ളത് കേട്ടോ. കാരണം ചന്ദ്രലേപ സുഗന്ധവും കുടജാദ്രിയും അല്ലാതെ ഞാൻ വേറൊന്നും എഴുതിയിട്ടില്ല എന്ന് വിചാരിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം മലയാളികൾ. എനിക്ക് അവരോട് പരാതിയൊന്നുമില്ല. എന്നാൽ 14ഓളം കവിതാ പുസ്തകങ്ങളും അതിൽ തന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കവിതയ്ക്കും എല്ലാം കിട്ടിയ ഒരു പാവം ഗാനരചയിതാവ് കൂടിയാണ് ഞാൻ എന്നുള്ളത് നിങ്ങൾ മറന്നുപോകും. ഇതിൽ തെറ്റില്ല. കാരണം ഞാനൊരു സ്കൂളിൽ പ്രസംഗിക്കാൻ പോയപ്പോൾ മാഷ് വളരെ സന്തോഷമായിട്ട് എന്നെ സ്വാഗതം പറയുകയാണ്, എനിക്ക് സ്വാഗതം പറയുകയാണ്. അപ്പോൾ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നല്ല നല്ല കവിതകൾ മലയാളത്തിന് മുതൽക്കൂട്ടാണ്. അപ്പോൾ ഞാൻ ആഹ്ലാദിച്ചു. പോട്ടെ, മാഷെങ്കിലും എൻ്റെ കവിതകൾ വായിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ പറയുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിതകൾ ചന്ദനലേപ സുഗന്ധം, സൂര്യാംശു ഓരോ വയൽപ്പൂവിലും തുടങ്ങിയ കവിതകൾ.
അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ മാഷ് കുട്ടികളെ പഠിപ്പിച്ച പ്രശ്നമാണ്. കാരണം ഇദ്ദേഹത്തിന് കവിതയും ഗാനവും തമ്മിലുള്ള വ്യത്യാസവും മനസ്സിലായില്ലല്ലോ ഈ മലയാള അധ്യാപകന് എന്നെനിക്ക് തോന്നി. അദ്ദേഹത്തെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല, അങ്ങനെയാണ്. കാരണം സിനിമയ്ക്ക് ഗ്ലാമർ ഇത്തിരി കൂടുതലായതുകൊണ്ട് സിനിമയിൽ സംഭവിക്കുന്നതെല്ലാം വാർത്തയാണ്. നമ്മൾ ഏകാന്തതയിലിരുന്ന് കുത്തിക്കുറിക്കുന്ന കവിത ആർക്ക് വേണം? അങ്ങനെ കുത്തിക്കുറിച്ച ഒരു കവിത എഴുത്തച്ഛനെ പറ്റിയും എഴുതിയിട്ടുണ്ട് എന്ന് പറയാനാണ് ഞാൻ അതിലേക്കൊരു ലീഡ് ഇട്ടത്. അത് എഴുത്തച്ഛൻ എഴുതുമ്പോൾ എന്നാണ് അതിൻ്റെ പേര്. ആ പേരിൽ സച്ചിദാനന്ദൻ്റെ ഒരു കവിതയുണ്ട്, എഴുത്തച്ഛൻ എഴുതുമ്പോൾ സംഭവിപ്പോ എന്തെന്ന് ഞാൻ അറിയുന്നു എന്ന്. അദ്ദേഹം 80കളിലോ മറ്റോ എഴുതിയൊരു കവിതയാണ്. അപ്പോൾ ഞാൻ പ്ലേജറിസം നടത്തിയെന്ന് പറയേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഈ ടൈറ്റിലുള്ളത് കൊണ്ട് ഞാൻ സച്ചിദാനന്ദനെ കൊണ്ട് തന്നെ അവതാരിക എഴുതിച്ചു ആ പുസ്തകത്തിൽ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കവിത കോട്ട് ചെയ്തിട്ടുമുണ്ട്. അതിൽ നിന്നാണ് ഇൻസ്പയർഡ് ബൈ. എന്താണ് ഇങ്ങനെ എഴുത്തച്ഛനെ പറ്റി 2018-ലോ 2020-ലോ മറ്റോ ഞാൻ ആ പുസ്തകം എഴുതാൻ, ഒരു ദീർഘമായ കാവ്യമാണ്. അതുതന്നെയാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. എഴുത്തച്ഛൻ ആരായിരുന്നു? എഴുത്തച്ഛൻ ഭാഷാപിതാവാണ്, അദ്ദേഹത്തെ വന്ദിക്കേണ്ടതാണ്, പൂജിക്കേണ്ടതാണ് എന്ന് പറയുന്നതിനോടൊപ്പം എഴുത്തച്ഛൻ ചെയ്തത് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഭാഷാപിതാവെന്ന് പറഞ്ഞാൽ അദ്ദേഹം ഭാഷ കണ്ടുപിടിച്ചതാണ്, മലയാള ഭാഷ അദ്ദേഹം കണ്ടുപിടിച്ചതാണ് അല്ല. മലയാള ഭാഷ നേരത്തെയുമുണ്ട്. എന്നാൽ മലയാള ഭാഷയുടെ പ്രയോഗക്ഷമതയെ ക്രമീകരിക്കുകയും മാനകീകരിക്കുകയും ചെയ്തുകൊണ്ട് മലയാളത്തിൻ്റെയും തമിഴിൻ്റെയും സംസ്കൃതത്തിൻ്റെയും വാക്കുകളൊക്കെ എങ്ങനെയാണ് ഈ ഭാഷയിൽ സന്നിഹിതമാകേണ്ടത്, ഒന്നിനോടൊന്ന് ചേരേണ്ടത്, അതിൻ്റെ വ്യാകരണം എന്ത്, അതിൻ്റെ ലിപിവിന്യാസം എന്ത് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വളരെ അവ്യക്തമായി കിടന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ മലയാള ഭാഷയ്ക്ക് മാന്യതയും വ്യക്തതയും മാനകീകരണവും കൊടുത്തു എന്നുള്ളതാണ് എഴുത്തച്ഛൻ മലയാള ഭാഷയുടെ പിതാവ് എന്ന് പറയാൻ കാരണം. അതെങ്ങനെ പ്രയോഗിക്കാമെന്ന് എഴുത്തച്ഛൻ രാമായണ രചനയിലൂടെയും മഹാഭാരതത്തിലൂടെയും നമുക്ക് കാണിച്ചു തന്നു. എന്നാൽ ഈ എഴുത്തച്ഛൻ എന്നുള്ള പേരിന് അദ്ദേഹം അർഹനായത് ഇന്നതൊരു ജാതി പേരായിട്ടൊക്കെ നമ്മൾ പറയുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ അങ്ങനെ ആയിരുന്നോ? എൻ്റെ ഒരു അനുമാനം, മലയാളത്തിലെ ആദ്യത്തെ വിപ്ലവ കവി, മലയാളത്തിലെ ആദ്യത്തെ നവോത്ഥാന കവി എന്ന പട്ടം എഴുത്തച്ഛന് ചാർത്തിക്കൊടുക്കാനാണ് എനിക്കിഷ്ടം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇന്ന് കേരളം ലിറ്ററസിയുടെ കാര്യത്തിൽ, സാക്ഷരതയുടെ കാര്യത്തിൽ ഒക്കെ വളരെ മുന്നിലാണ് എന്ന് നമ്മളൊക്കെ അപമാനിക്കുകയും അഹങ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ വിറ്റുപോകുന്നത് ഒരുപക്ഷെ കേരളത്തിൽ തന്നെയാണ്. എഴുത്തുകാർക്ക് മാന്യത ഇത്രയേറെ കിട്ടുന്നതും കേരളത്തെ പോലെ മറ്റൊരു സംസ്ഥാനത്തുമില്ല. സാഹിത്യമാണ് നമ്മുടെ ഒരു അംഗീകൃതമായിട്ടുള്ള കലാരൂപം. ഏറ്റവും കൂടുതൽ എഴുത്തുകാരെ മാനിക്കുന്ന ഒരു സംസ്കാരമാണ് കേരളത്തിൻ്റേത്. എങ്ങനെയാണ് ഇതെല്ലാം സംഭവിച്ചത്? കാരണം ഇത് ഒരു കൃതജ്ഞതയുടെ ഒരു അംശം കൂടി അതിനകത്തുണ്ട്. ഈ നമ്മളറിയുന്ന കേരളമായി ഈ കേരളം മാറിയത് വളരെ പിന്നോക്കം നിന്നിരുന്നൊരു സമൂഹത്തെ നവോത്ഥാനത്തിലേക്ക് ഉണർത്തിയത്, പുതിയ ആശയങ്ങളിലേക്ക് മെഴുതുറപ്പിച്ചതൊക്കെ സാഹിത്യമാണ് എന്ന് നമുക്കറിയാം. തകഴിയുടെയും കേശവദേവിൻ്റെയും ബഷീറിൻ്റെയും ഒക്കെ പുരോഗമന സാഹിത്യത്തിലൂടെ സാധാരണ മനുഷ്യരുടെ വ്യഥയും സങ്കടങ്ങളും ഒഴിവാക്കലുകളും ഒക്കെ മലയാള സാഹിത്യത്തിലേക്ക് കടന്നു വന്നു എന്നൊക്കെ നമ്മൾ സാഹിത്യ ചരിത്രം പഠിക്കുമ്പോൾ മനസ്സിലാക്കും. പിന്നീട് MT പോലുള്ള ആളുകൾ വന്നപ്പോൾ അതിനകത്തൊരു സൈക്കോളജിക്കൽ റിയലിസം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോയി. സാധാരണ മനുഷ്യൻ്റെ ദുഃഖങ്ങളും സങ്കടങ്ങളും എല്ലാം പിന്നീട് മലയാള സാഹിത്യത്തിൽ ഇടം നേടി. എന്നാൽ അതിനു മുൻപ് തകഴിയും ദേവുമൊക്കെ പുരോഗമന സാഹിത്യം ആരംഭിക്കുന്നതിന് മുൻപ് സാഹിത്യം സാധാരണ മനുഷ്യർക്ക് വേണ്ടിയാണ് എന്ന് പ്രഖ്യാപിച്ച ആദ്യത്തെ കവി എഴുത്തച്ഛനാണ് എന്ന് ഞാൻ പറയുമ്പോൾ അദ്ദേഹം ചെയ്ത ഏറ്റവും വലിയ കാര്യം എന്താണ്? സംസ്കൃതത്തിൽ കാവ്യരചന നടത്തിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ, സംസ്കൃതത്തിലല്ലാതെ കാവ്യരചന സാധ്യമല്ല എന്ന് വിചാരിച്ചു കൊണ്ടിരുന്ന ഒരു ലിറ്റററി ഓർത്തഡോക്സിയുടെ ഒരു കാലഘട്ടത്തിൽ മലയാള ഭാഷയിൽ ഇതാ രാമായണം ഞാൻ പരിഭാഷപ്പെടുത്തുന്നു. അതിനു മുമ്പ് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഇത്ര സമഗ്രമായി അധ്യാത്മരാമായണത്തെ മലയാളത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഈ ഭാഷയ്ക്ക് എന്തും സാധിക്കും, ഈ ഭാഷയ്ക്ക് രാമായണവും ഭാരതവും ഭാഗവതവും എല്ലാം ഉൾക്കൊള്ളാനുള്ള ക്ഷമതയുണ്ട് മലയാള ഭാഷയ്ക്ക് എന്ന് വിളംബരം ചെയ്തുകൊണ്ട് സാധാരണക്കാരന് സംസ്കൃതമോ അല്ലെങ്കിൽ സാഹിത്യമോ ഒക്കെ കേട്ടാൽ, അക്ഷരാഭ്യാസം ഉണ്ടായാൽ അവനെ പീഡിപ്പിക്കണം, നിന്ദിക്കണം, ഒഴിവാക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥിതിയിൽ സാധാരണക്കാരൻ അക്ഷരജ്ഞാനം ഉണ്ടാകണമെന്ന് വിചാരിച്ച് ഇതിൻ്റെ പതിപ്പുകൾ എടുത്ത് ആളുകൾക്ക് എത്തിച്ച് അങ്ങനെ ഒരു രാമായണ വിപ്ലവത്തിലൂടെ അക്ഷരത്തിൻ്റെ വെളിച്ചം സാധാരണ മനുഷ്യർക്ക് കൊടുക്കാൻ എഴുത്തച്ഛൻ മുന്നോട്ട് വന്നു എന്നുള്ളതാണ് ഭാഷാപിതാവിനെ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് ഞാൻ പറയാൻ കാരണം. എന്താണ് ഇതിന് തെളിവെന്ന് ചോദിച്ചാൽ, അന്നത്തെ ഓർത്തഡോക്സി എഴുത്തച്ഛൻ്റെ ഈ ധാർഷ്ട്യത്തെ, എഴുത്തച്ഛൻ്റെ ഈ ഒരു അനുസരണക്കേടിനെ
സാമൂഹ്യമായിട്ടുള്ള നിലനിന്നിരിക്കുന്ന രീതികളെ ലംഘിക്കുന്ന ആ ശീലത്തെ അന്നത്തെ ഓർത്തഡോക്സി വളരെ അനുഭാവപൂർവ്വം കണ്ടില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് അദ്ദേഹത്തെ ചക്കാട്ടാൻ നിയോഗിച്ചു എന്നൊക്കെയുള്ള കഥ. ചക്കാട്ടിയോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ വ്യാഖ്യാനം ചക്കിലെ കാളയെപ്പോലെ ഒരു മുറിക്കകത്തോ വീട്ടിലോ ഹൗസ് അറസ്റ്റിലെങ്കിലും ഇട്ടിട്ടുണ്ടാവും. അവിടെ നിന്നുകൊണ്ടാണ് അദ്ദേഹം പരാമപാഹിമം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അങ്ങനെ വലിയൊരു രചനയിലേക്ക് കടക്കുന്നത്. അപ്പോൾ കുട്ടികളെ രാമായണം എഴുത്ത് പഠിപ്പിക്കുക, അക്ഷരം പഠിപ്പിക്കുക, ജാതിമത ഭേദമില്ലാതെ കാവ്യം പഠിപ്പിക്കുക, അക്ഷരം പഠിപ്പിക്കുക, അക്ഷരത്തിൻ്റെ വെളിച്ചം പഠിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുത്ത ആ വലിയ കുറ്റത്തിനാണ് എഴുത്തച്ഛൻ പീഡിപ്പിക്കപ്പെട്ടത്, ശിക്ഷിക്കപ്പെട്ടത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അവസാനം അദ്ദേഹത്തിൻ്റെ രാമായണമൊക്കെ വന്നു. എൻ്റെ ഒരു അനുമാനത്തിൽ അദ്ദേഹം അങ്ങനെ പാഠശാലകൾ സ്ഥാപിച്ചിട്ടുണ്ടാവണം, ആ പാഠശാലകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവണം. ഈ എഴുത്തച്ഛനെ ഇങ്ങനെ കയറൂരി വിട്ടാൽ ഇവിടുത്തെ സകല ജാതിക്കാരെയും ഇയാൾ പഠിപ്പിച്ചു കളയുമല്ലോ, ആ അക്ഷരജ്ഞാനം നമുക്ക് അപകടകരമാണല്ലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എഴുത്തച്ഛനെ ചക്കുകാളയെപ്പോലെ പീഡിപ്പിച്ചത് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ മനുഷ്യ സ്വാതന്ത്ര്യത്തിന് വേണ്ടി, മനുഷ്യാത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആദ്യമായി ശബ്ദിച്ച ആചാര്യനും അധ്യാപകനും എഴുത്തുകാരനും കവിയും എഴുത്തച്ഛനായിരുന്നു എന്ന് നമുക്കറിയാം. പിന്നീട് കുഞ്ചൻ നമ്പ്യാർ പിന്നീട് പറയുന്നുണ്ടല്ലോ, ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ, പടജനങ്ങളെ നടുവിലുള്ളൊരു പടയണിക്കുക ചേരുവാൻ ചാരു കേരള ഭാഷ തന്നെ ചിതം വരൂ എന്ന് പറയുന്നില്ല. മലയാള ഭാഷ മതി. കുഞ്ചൻ നമ്പ്യാർക്ക് സംസ്കൃതം അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല, വളരെ ഭംഗിയായിട്ടറിയാം. പക്ഷേ ഈ സാധാരണക്കാരനോട് സംവദിക്കാൻ എനിക്ക് ഈ മലയാളം മതി, ചാരു കേരള ഭാഷ തന്നെ മതി എന്ന് പറഞ്ഞ കുഞ്ചൻ നമ്പ്യാർ എഴുത്തച്ഛൻ്റെ ഈ നവോത്ഥാന പാരമ്പര്യത്തെ പിൻപറ്റിയ അടുത്ത ഏറ്റവും വലിയ കവിയാണ്. അപ്പോൾ എഴുത്തച്ഛൻ ആരംഭിച്ചതാണ് എഴുത്തിലൂടെ സാധാരണ മനുഷ്യരിലേക്ക് സ്വാതന്ത്ര്യബോധവും വ്യക്തിബോധവും ഒക്കെ ആത്മാഭിമാനവും സന്നിവേശിപ്പിക്കുവാൻ അക്ഷരത്തെ എങ്ങനെ ഉപയോഗിക്കാം എന്ന് ആദ്യമായി മലയാളിയോട് പറഞ്ഞ ധീരനായ എഴുത്തുകാരനാണ് എഴുത്തച്ഛൻ. ഉൽപ്പതിഷ്ണുക്കളായ സകല എഴുത്തുകാരുടെയും മുൻഗാമിയായി അദ്ദേഹം നമ്മുടെ മുമ്പിൽ ഒരു വിളക്കുമാടം പോലെ നിൽക്കുകയാണ്. ഇന്ന് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ഒരുപാട് തടസ്സങ്ങൾ തീർക്കുന്ന ഒരു കാലത്ത് എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ അമരപ്രകാശമായി നമ്മുടെ ഉള്ളിൽ ജ്വലിക്കേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നു. താൻ ജീവിക്കുന്ന കാലഘട്ടത്തിനോട് സത്യസന്ധമായി പ്രതികരിക്കുവാനും നിർഭയമായി പരമാർത്ഥങ്ങൾ വിളിച്ചു പറയുവാനും ഇന്ന് ശ്രീ പ്രേമന് സാധിക്കുന്നുവെങ്കിൽ അത് എഴുത്തച്ഛൻ നമുക്ക് കാണിച്ചു തന്ന സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിലൂടെയുള്ള യാത്രയിലാണ്. ഒരു എഴുത്തുകാരൻ അങ്ങനെ ഇരിക്കണം. താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ആകുലതകളെ നിർഭയമായി ആവിഷ്കരിക്കുവാനുള്ള തൻ്റെടമാണ്, ആ സ്വാതന്ത്ര്യമാണ് ഒരു എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ ധനം. അതാണ് മഹാകവി കുമാരനാശാൻ നമ്മളോട് പറഞ്ഞത്, സ്വാതന്ത്ര്യം തന്നെ അമൃതമാണ്, അതുണ്ടെങ്കിൽ പിന്നെ മരണമില്ല, അതില്ലെങ്കിൽ മരണമുണ്ടെന്ന് അടുത്ത വരിയിൽ പറയുന്നുണ്ട്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. ആ മൃതി അതിജീവിക്കണമെങ്കിൽ അമൃതം വേണം. ആ അമൃതം എന്താണ്? സ്വാതന്ത്ര്യം തന്നെ അമൃതം. ആശാന്റെ വരികളെ പറ്റി പറഞ്ഞു പോയാൽ നമുക്ക് രോമാഞ്ചമുണ്ടാകും. അപ്പോൾ ഒരു കവിയുടെ ഏറ്റവും വലിയ ഉണ്മ എന്നത് സ്വാതന്ത്ര്യദാഹമാണ്. താൻ കണ്ട സത്യങ്ങളെ വിളിച്ചു പറയുവാനുള്ള സ്വാതന്ത്ര്യമാണ്. ശ്രീ പ്രേമൻ തൻ്റെ ചുറ്റും കണ്ടതിനെയും ലോകത്ത് കാണുന്ന അധർമ്മങ്ങളെയും ഒക്കെ തൻ്റെ താൻ ജീവിക്കുന്ന കാലഘട്ടത്തിൻ്റെ ഒരു ബാരോമീറ്ററായി പ്രവർത്തിക്കലാണ് ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പാലസ്തീനിലെ ആയാലും ശരി, മറ്റു നാടുകളിലെ ആയാലും ശരി, ഈ ലോകത്ത് നടമാടുന്ന അധർമ്മങ്ങൾക്കെതിരെ തൻ്റെ ചേതന ഉണർത്തുവാൻ, അത് നമ്മളോട് പങ്കിടുവാൻ ശ്രീ പ്രേമൻ കാണിച്ച ആർജവത്തിനാണ് ഈ 3 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഈ ആർജവം പ്രകടിപ്പിച്ച് അതിൻ്റെ ശിക്ഷയും ഏറ്റുവാങ്ങിപ്പോയ ആചാര്യ കവിയുടെ പേരിലുള്ള ഈ പരമോന്നത പുരസ്കാരം പ്രേമന് സമർപ്പിക്കുമ്പോൾ ഒരു വൃത്തം ഇവിടെ പൂർണ്ണമാവുകയാണ് എന്ന് ഞാൻ പറയുന്നു. പ്രേമൻ്റെ അടുത്ത വൃത്തത്തിലേക്ക് നയിക്കാൻ ഇത് പ്രചോദനമാകട്ടെ. പുതിയ ജീവിതാനുഭവങ്ങളെ സർഗചൈതന്യത്തോടു കൂടി ഏറ്റെടുത്ത് ആവിഷ്കരിക്കുവാൻ ആചാര്യൻ്റെ പേരിലുള്ള ഈ അങ്ങേയറ്റം പുണ്യമായിട്ടുള്ള ഈ പുരസ്കാരം അദ്ദേഹത്തിന് പ്രചോദനമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ നട്ടുച്ച പ്രഭാഷണം ഇവിടെ അവസാനിപ്പിച്ച് നിങ്ങൾക്കെല്ലാം നന്മയും നേരുന്നു. നന്ദി.